നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. അമേരിക്കൻ മാതൃകയിലുള്ള ഇൻഹെറിറ്റൻസ് ടാക്സ്, അതായത് പാരമ്പര്യ സ്വത്തിന്മേലുള്ള നികുതി സംബന്ധിച്ച് കോൺഗ്രസ് നേതാവ് സാം പിത്രോദ നടത്തിയ പരാമർശത്തിൽ കോൺഗ്രസിനെതിരെ കടന്നാക്രമണം നടത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഭ്യന്തരമന്ത്രി അമിത് ഷായും കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. ANIക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു പിത്രോദ അമേരിക്കയിലെ ഇൻഹെറിറ്റൻസ് ടാക്സ് നിയമത്തെക്കുറിച്ച് പരാമർശം നടത്തിയത്. ഒരാൾ മരിക്കുമ്പോൾ അയാളുടെ സ്വത്തിന്റെ ഒരു ഭാഗം പിൻഗാമികൾക്കും മറ്റൊരു ഭാഗം സർക്കാരിലേക്കും കൈമാറ്റം ചെയ്യപ്പെടുന്നതെന്നും അത് സമ്പത്തിന്റെ പുനർവിതരണത്തിന് മാതൃകയാണെന്നുമാണ് പിത്രോദ പറഞ്ഞത്. കോൺഗ്രസ് പാർട്ടിയെ കുടുംബസ്വത്തായി കണക്കാക്കി അത് തങ്ങളുടെ മക്കൾക്ക് കൈമാറുന്നു. എന്നാൽ പാവപ്പെട്ട ഭാരതീയർ സ്വത്ത് മക്കൾക്ക് കൈമാറുന്നതിനെ കോൺഗ്രസ് എതിർക്കുകയാണെന്ന് പ്രധാനമന്ത്രി ആരോപിച്ചു. ജനങ്ങളുടെയും അവരുടെ കുട്ടികളുടെയും സാമ്പത്തിക അവകാശങ്ങളും കൊള്ളയടിക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. കോൺഗ്രസ് അധികാരത്തിലിരുന്ന വർഷങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഫണ്ട് അപഹരിക്കപ്പെട്ടു. എന്നാൽ BJP സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ഈ ഫണ്ട് ജനങ്ങൾക്കായി ചെലവഴിക്കുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഛത്തീസ്ഗഡിൽ നടന്ന റാലിക്കിടയിലാണ് മോദി ഇക്കാര്യം പറഞ്ഞത്. ഏറ്റവും ഉയർന്ന നികുതി ഏർപ്പെടുത്തി കോൺഗ്രസ് സ്വന്തം പണപ്പെട്ടി നിറയ്ക്കുകയാണ്. ഇടത്തരക്കാർക്ക് മേൽ കൂടുതൽ നികുതി ഏർപ്പെടുത്തണമെന്ന് രാജകുമാരന്റെയും രാജകുടുംബത്തിന്റെയും ഉപദേശകൻ കുറച്ചു കാലം മുൻപ് പറഞ്ഞിരുന്നുവെന്നും നരേന്ദ്രമോദി പറയുകയുണ്ടായി. സാം പിത്രോദയെ സൂചിപ്പിച്ചായിരുന്നു പ്രധാനമന്ത്രിയുടെ ഈ വിമർശനം. ആളുകളെ ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചതിനു ശേഷവും കൊള്ളയടിക്കുക എന്നതാണ് കോൺഗ്രസിന്റെ നിലപാട്. അർബൻ നക്സലുകളാണ് കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നതെന്നും മോദി കുറ്റപ്പെടുത്തി.